151 ചോദ്യമാണ്. 150 വരെയുള്ള ചോദ്യങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ദ അപ്രോപ്രിയേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ആൻ എന്റർപ്രൈസസ്. പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് ഓണേഴ്സ് വെൽത്ത് ആണ്. മാക്സിമൈസേഷൻ ഓഫ് ഓണേഴ്സ് വെൽത്ത്. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ മെഷേഴ്സ് ദ റിലേഷൻഷിപ്പ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വിത്ത്. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ മെഷേഴ്സ് റിലേഷൻഷിപ്പ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വിത്ത് ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ്. പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു. ഇൻകോർപ്പറേഷന് മുമ്പുള്ള പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്യാപിറ്റൽ റിസർവിലേക്കാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹാസ് ദ ഹയസ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഹയസ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഇക്വിറ്റി ഷെയർസ് ആണ്. ഡേഷ് ഈസ് എ ലോൺ ഓർ അഡ്വാൻസ് for which the principal or interest payment remained overdue for a period of 90 days. 90 ദിവസം വരെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓവർഡ്യൂ ആയ ലോണുകളെ പറയുന്ന പേരാണ് NPA, നോൺ പെർഫോമിംഗ് അസറ്റ്. അസറ്റ് which has remained NPA for a period less than or equal to 12 months. 12 മാസം വരെ ഓവർഡ്യൂ ആയ NPAകളെ പറയുന്ന പേര് സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്നാണ്. An asset would be classified as doubtful if it has remained in the substandard category for a period of dash month. സബ്സ്റ്റാൻഡേർഡ് കാറ്റഗറിയിൽ 12 മാസം വരെ ആയ NPAയിലാണ് ഡൗട്ട്ഫുൾ അസറ്റ് എന്ന് പറയുന്നത്. Dash is a income earned but not received by the end of the accounting year. ഇൻകം ഏൺഡ്, ഇൻകം ആർജിച്ചത് പക്ഷെ അത് റിസീവ് ചെയ്തിട്ടില്ല. അക്രൂഡ് ഇൻകം എന്നാണ് പറയുന്നത്. MIS സ്റ്റാൻഡ് ഫോർ MIS എന്നത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ്. ട്രാൻസ്ഫർ ഓഫ് ഇക്കണോമിക് വാല്യൂ ഫ്രം വൺ അസറ്റ് ടു അനദർ അസറ്റ് ഈസ് കോൾഡ്. ഒരു അസറ്റിന്റെ ഇക്കണോമിക് വാല്യൂ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഫണ്ട് ഫ്ലോ എന്നത്. ഡേഷ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിംഗ് ദാറ്റ് കീപ് ട്രാക്ക് ഓഫ് എ കമ്പനി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്. ദ മാക്സിമം GST റേറ്റ് സ്ലാബ് ഇൻ ഇന്ത്യ ഈസ്. മാക്സിമം GST റേറ്റ് സ്ലാബ് 28%. 28% ലക്ഷറി ഐറ്റംസിനാണ്. കാർ, ഫ്രിഡ്ജ്, AC ഇതിനൊക്കെയാണ് 28% GST റേറ്റ് ഉള്ളത്. ഡേഷ് ഈസ് റിഗാർഡഡ് ആസ് ക്യൂൻ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ക്യൂൻ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്നറിയപ്പെടുന്നത് RBI ആണ്. ലിക്വിഡ് റേഷ്യോ ഈസ് ആൾസോ നോൺ ആസ്. ലിക്വിഡ് റേഷ്യോയെ പറയുന്ന മറ്റുള്ള പേരുകൾ ക്വിക്ക് റേഷ്യോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നൊക്കെയാണ്. അക്കോർഡിംഗ് ഡാഷ് കൺസെപ്റ്റ്, റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് വെൻ എ സെയിൽ ഈസ് മെയ്ഡ് or a service is rendered to customers, whether it is cash sale or a credit sale, is called realization concept. Realization concept പ്രകാരമാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഒരു സെയിൽ അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യുന്ന സമയത്ത് ഇത് ക്യാഷ് ആയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിലായോ രേഖപ്പെടുത്തുന്നു. There are dash type of negotiable instrument as per NI Act. NI ആക്ട് പ്രകാരം 3 തരത്തിലുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് ഉള്ളത്. PBC 456 എന്ന് ഓർത്ത് വെക്കുക. P പ്രോമിസറി നോട്ട്, B ബിൽ ഓഫ് എക്സ്ചേഞ്ച്, C ചെക്ക്. ഇവയൊക്കെയാണ് 3 ഇൻസ്ട്രുമെന്റ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. The World Bank was established as per the recommendation of. വേൾഡ് ബാങ്ക് രൂപീകരിച്ചത് ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. The first national cooperative conference held at. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സമ്മേളനം നടന്നത് ന്യൂഡൽഹിയിലാണ്. കഴിഞ്ഞ ദിവസം 25/9/2021 അത് നടന്നത്. ഡാഷ് ആക്ട് ആസ് എ കൺസോർഷ്യം ലീഡർ ഓഫ് ദ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഡിസ്ട്രിക്ട്. എല്ലാ ജില്ലകളിലും ഒരു കൺസോർഷ്യം ലീഡർ ഉണ്ടാവും. ബാങ്കുകളുടെ ഒരു കൺസോർഷ്യം ഉണ്ട്. ഒരു ബാങ്കിനെ അതൊരു ലീഡറായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ലീഡറിനെ പറയുന്ന പേരാണ്
ലീഡ് ബാങ്ക് എന്നത്. ദ SLBC ഇൻ ബാങ്കിങ് ടേം റെഫേഴ്സ്, SLBC എന്നുള്ളത് സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയാണ്. സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി. ദ ഡ്രോയി ഓഫ് എ ചെക്ക് ഈസ് ഓൾവേസ് എ, ഒരു ചെക്കിലെ ഡ്രോയി എന്നത് ബാങ്കർ ആയിരിക്കും എപ്പോഴും ഒരു ചെക്കിന്റെ ഡ്രോയി ആയിട്ട് വരിക. ദ IMBP ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഫിക്സഡ് ഇൻ, IMBP ഫിക്സ് ചെയ്യുന്നത് ബൈലോയിലാണ്. ഇൻഡിവിജ്വൽ മാക്സിമം ബോറോവിംഗ് പവർ, അതാണ് IMBP. സിങ്കിങ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ഫ്രം, സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ലോൺ റിക്കവറീസിലൂടെയാണ്. ദ ഓഥർ ഓഫ് ബുക്ക് കോപ്പറേറ്റീവ് ഡെമോക്രസി, കോപ്പറേറ്റീവ് ഡെമോക്രസി എന്ന ബുക്കിന്റെ രചയിതാവ് JB വാർബേസ് ആണ്. ദ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ഈസ് പേയബിൾ ടു, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് നൽകേണ്ടത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. Dash is one of the safest loan because of their safe and secure nature from banking side. ഒരു ധനകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫായ ലോൺ എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ലോൺ ആണ്. ഡെപ്പോസിറ്റ് ലോൺ എടുക്കുമ്പോൾ ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. കസ്റ്റമർ ലോൺ റീപേ ചെയ്തിട്ടില്ലെങ്കിൽ ഡെപ്പോസിറ്റിൽ നിന്നും അത് ഈടാക്കാവുന്നതുമാണ്. അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ, അസറ്റ് ഈക്വൽ ടു liability plus capital. The technical head of cooperative department is, സഹകരണ വകുപ്പിലെ ടെക്നിക്കൽ ഹെഡ് എന്നറിയപ്പെടുന്നത് രജിസ്ട്രാർ ആണ്. RCS, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അക്കൗണ്ടിംഗ് ബിഗിൻസ് വെർ ഡാഷ് എൻഡ്, അക്കൗണ്ടിംഗ് ആരംഭിക്കുന്നത് ബുക്ക് കീപ്പിംഗ് അവസാനിക്കുമ്പോഴാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഹെൽപ്സ് ഇൻ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മേക്കിംഗ് മാനേജീരിയൽ ഡിസിഷൻ എടുക്കുന്നതിനെ സഹായിക്കുന്നു. വിൽഫുള്ളി ക്രിയേറ്റഡ് മിസ്റ്റേക്സ് ആർ കോൾഡ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളെ, മിസ്റ്റേക്കിനെ ഫ്രോഡ് എന്നാണ് പറയുക. ദ പ്രോസസ് ഓഫ് എ കമ്പ്യൂട്ടർ റിസീവിംഗ് ഇൻഫർമേഷൻ ഫ്രം എ സെർവർ വയ ഇന്റർനെറ്റ് ഈസ് കോൾഡ്, പ്രോസസ് ഓഫ് എ കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് വഴി ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് ഡൗൺലോഡിംഗ് എന്നാണ്. ഡൗൺലോഡിംഗ്. ഇൻ KML's റേറ്റിംഗ് C സ്റ്റാൻഡ് ഫോർ, KML's റേറ്റിംഗിൽ C എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ അഡിക്വൻസിയാണ്. KML's റേറ്റിംഗ് സിസ്റ്റം അസസ് ദ സ്ട്രെങ്ത് ഓഫ് എ ബാങ്ക് ത്രൂ 6 കാറ്റഗറീസ്. 6 കാറ്റഗറിയിലായിട്ട് ബാങ്കിന്റെ സ്ട്രെങ്തിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ് KML's. അതിൽ KML'സിൽ C എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ അഡിക്വൻസി എന്നും, A അസറ്റ് എന്നും, M മാനേജ്മെന്റ് കേപ്പബിലിറ്റി എന്നും, E ഏർണിങ്സ് എന്നും, L ലിക്വിഡിറ്റി എന്നും, S സെൻസിറ്റിവിറ്റി എന്നും അറിയപ്പെടുന്നു. വാട്ട് ഈസ് ദ സൈസ് ഓഫ് ആൻ IP അഡ്രസ്? ഒരു IP അഡ്രസ്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് എന്നാണ് IP യുടെ പൂർണ്ണ രൂപം. IP അഡ്രസ്സിന്റെ സൈസ് 32 ബിറ്റ് ന്യൂമറിക് അഡ്രസ് ആണ്. 32 ബിറ്റ് ന്യൂമറിക് അഡ്രസ് ആണ്. 0 മുതൽ 255 വരെ ഉള്ള നമ്പേഴ്സ് ഇതിൽ ഉപയോഗിക്കുന്നു. ഉദാഹരണമായിട്ട് 192.168.0.101. ഈ ഡോട്ട്, ഓരോ ഡോട്ടിന് ഇടയ്ക്കുള്ള നമ്പേഴ്സ് 255 വരെയുള്ള നമ്പേഴ്സ് ഉപയോഗിക്കാവുന്നത്. CERT, CERT സ്റ്റാൻഡ്സ് ഫോർ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നാണ് CERT. കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യയിലെ കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ്. പ്രൊജക്ട് ടാങ്കോ ഈസ് റിലേറ്റഡ് ടു വിച്ച് കമ്പനി? പ്രൊജക്ട് ടാങ്കോ എന്നത് ഗൂഗിളുമായി ബന്ധപ്പെട്ടതാണ്. ഗൂഗിൾ. വേൾഡ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ, വേൾഡ് കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം നവംബർ 30 ആണ്. എ ഹാഫ് ബൈറ്റ് ഈസ് കോൾഡ് ആസ് എ, ഹാഫ് ബൈറ്റ്, ഒരു ബൈറ്റിന്റെ പകുതി എന്നത് നിബിൾ എന്നറിയപ്പെടുന്നു. നിബിൾ എന്ന് കഴിഞ്ഞാൽ 4 ബിറ്റ് ആണ്. 4 ബിറ്റ് ആണ് ഒരു നിബിള്.
ഒരു ബൈറ്റ് എന്നത് 8 ബിറ്റ് ആണ്. ഒരു ബൈറ്റ് എന്നത് 8 ബിറ്റ്. The dash is an area that is used to store data temporarily which can be used to compensate the timing problem. ഡാറ്റ ഡൗൺലോഡ് ചെയ്യാതെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന രീതിയാണ് ബഫറിംഗ് എന്ന് പറയുന്നത്. ബഫർ യൂട്യൂബൊക്കെ കാണുമ്പോൾ നമുക്ക് ബഫർ ചെയ്യുന്നതിലൂടെയാണ് അത് ഇന്ററപ്ഷൻ ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റും. IT Amendment Act 2008 has come to effect in India. 2008 അമെൻമെന്റ് ആക്ട് ഇന്ത്യയിൽ നിലവിൽ വരുന്നത് ഒക്ടോബർ 27, 2009 സെക്ഷൻ 5 ഇൻ IT Act ഡിഫൈൻസ്. IT ആക്ടിലെ സെക്ഷൻ 5 ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ്സ് ഈസ് എ സൈബർ ക്രൈം അണ്ടർ ഡേഷ് സെക്ഷൻ ഇൻ IT ആക്ട്. ടാമ്പറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സംവിധാനത്തിലെ സോഴ്സ് ഡോക്യുമെന്റ്സിൽ തിരിമറി നടത്തുക, തിരുത്തൽ ചെയ്യുക. അതൊരു സൈബർ ക്രൈമാണ്. സെക്ഷൻ 65 ഓഫ് IT ആക്ട് പ്രകാരം സൈബർ ക്രൈമാണ്. Trying to hack into the data stored in the computer is a cyber crime under section. ഹാക്കിംഗ് എന്നതും ഒരു സൈബർ ക്രൈമാണ്. ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ അനുവാദമില്ലാതെ കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലോ പ്രവേശിച്ച് തിരിമറികൾ നടത്തുന്ന രീതിയാണ് ഹാക്കിംഗ്. സെക്ഷൻ 66 ഓഫ് IT ആക്ട് പ്രകാരം ഇത് സൈബർ ക്രൈമാണ്. വിച്ച് സെക്ഷൻ ഓഫ് IT ആക്ട് റിമൂവ്ഡ് ബൈ സുപ്രീം കോർട്ട് ഇൻ 2016? 2016 സുപ്രീം കോർട്ട് IT ആക്ടിലെ ഒരു സെക്ഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 66A ആണ് റിമൂവ് ചെയ്തത്. ദ ടേം വൈറസ് സ്റ്റാൻഡ്സ് ഫോർ. വൈറസ് എന്നുള്ളത് പൂർണ്ണരൂപം വിറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ് എന്നാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ്? ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസിന്റെ പേര് ക്രീപ്പർ എന്നാണ്. ക്രീപ്പർ. Irrelevant or unsolicited messages sent over the internet, typically to a large number of users for the purposes of advertising, phishing, spreading malware. ലാർജ് നമ്പർ ഓഫ് യൂസേഴ്സിന്, ഒരുപാട് യൂസേഴ്സിന് ഒന്നിച്ച് മെസ്സേജ് അയക്കുന്ന രീതിയാണ്. അതൊന്നുകിൽ അഡ്വർടൈസ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിഷിംഗ് ആയിരിക്കാം, സ്പ്രെഡിങ് മാൽവെയർ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനെയുള്ള മെസ്സേജ് നമ്മുടെ ഫോണിലേക്കും സാധാരണഗതിയിൽ വരാറുണ്ട്, ഇമെയിലിലേക്ക് വരാറുണ്ട്. അങ്ങനെയുള്ള മെസ്സേജുകളെ പറയുന്ന പേര് സ്പാം എന്നാണ്. സ്പാം. സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് സ്പെസിഫിക്കലി ഡിസൈൻഡ് ടു ഡിസ്റപ്റ്റ്, ഡാമേജ് ഓർ ഗെയിൻ അൺഓതറൈസ്ഡ് ആക്സസ് ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇന്ററപ്റ്റ് ചെയ്യാനോ, മറ്റൊരു കമ്പ്യൂട്ടർ ഡാമേജ് ചെയ്യാനോ, മറ്റൊരു സിസ്റ്റത്തിലെ സോഫ്റ്റ്വെയറിൽ പ്രവേശിച്ച് മറ്റുള്ളവരുടെ രേഖകൾ നമുക്ക് ആക്സസ് ചെയ്യുവാനുമുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയറിന് പറയുന്ന പേരാണ് മാൽവെയർ എന്നത്. മാൽവെയർ. വേരിയസ് ടൈപ്സ് ഓഫ് കോമൺ മാൽവെയർസ് ആർ. കോമൺ മാൽവെയർസ് എന്നുള്ളത് വൈറസസ് ആണ്. വോംസ്, ട്രോജൻ വൈറസ്, സ്പൈവെയർ, ആഡ്വെയർ ആൻഡ് റാൻസംവെയർ, ഇവയൊക്കെയാണ് മാൽവെയർസ് എന്ന് പറയുന്നത്. ദ സോഫ്റ്റ്വെയർ ടു പ്രിവെന്റ് മാൽവെയർസ് അറ്റാക്ക് ഈസ്. ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ മാൽവെയർസ് അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ് അല്ലെങ്കിൽ മറ്റൊരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ആന്റി വൈറസ് സോഫ്റ്റ്വെയർ ആണ്. പ്രിവെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആന്റി വൈറസ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇന്നത്തെ 50 ചോദ്യങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത 50 ചോദ്യങ്ങളുമായി വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.